പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ജാമ്യാപേക്ഷയിൽ ഇപ്പോൾ വിധി പറയാൻ മാറ്റിയിരിക്കുന്നു. എപ്പോഴത്തേത് എന്നുള്ളത് വ്യക്തത ഇല്ല എന്നുള്ളതാണ് നമുക്കിപ്പോൾ എപ്പോഴത്തേക്കാണെന്നുള്ളതിൽ ഒരു വ്യക്തത ലഭിച്ചിട്ടില്ല. എന്നിരുന്നാലും ജാമ്യാപേക്ഷ വിധി പറയാനായി മാറ്റിയിരിക്കുന്നു. വാദം പൂർത്തിയായിരിക്കുന്നു. അന്വേഷണവുമായി രാഹുൽ സഹകരിക്കുമെന്നാണ് രാഹുലിന്റെ അഭിഭാഷകൻ പറയുന്നത്. അന്വേഷണവുമായി രാഹുൽ സഹകരിക്കുന്നില്ല എന്നുള്ള ഒരു വാദം പ്രോസിക്യൂഷൻ ഉയർത്തിയിരുന്നു. അതിൽ രാഹുലിന്റെ അഭിഭാഷകന്റെ പ്രതിവാദം എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അന്വേഷണവുമായി രാഹുൽ സഹകരിക്കുമെന്നുള്ളതാണ് രാഹുലിന്റെ അഭിഭാഷകൻ വ്യക്തമാക്കുന്നത്. രാഹുൽ ഈ ഘട്ടത്തിൽ പുറത്തിറങ്ങിയാൽ തെളിവുകൾ നശിപ്പിക്കാൻ ഇടയുണ്ടെന്നുള്ള വാദം പ്രോസിക്യൂഷൻ ഉയർത്തി. വാദപ്രതിവാദങ്ങൾ നിറഞ്ഞതായിരുന്നു കോടതി മുറി, അടച്ചിട്ട മുറി എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നു. കേസിൽ കൂടുതൽ തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ടെന്നും പ്രോസിക്യൂഷൻ വാദമുയർത്തി. രാഹുൽ സ്ഥിരം കുറ്റവാളിയാണെന്നുള്ളതാണ് പ്രോസിക്യൂഷൻ ഉയർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട വാദം. ഡിജിറ്റൽ തെളിവുകൾ, അപ്പോൾ അതോടൊപ്പം തന്നെ പ്രതിഭാഗവും അത്രത്തോളം ശക്തമായ വാദങ്ങൾ ഉയർത്തി എന്നുള്ളതാണ് ഈ ലഭിക്കുന്ന വാദപ്രതിവാദങ്ങളുടെ വിശദാംശങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഡിജിറ്റൽ തെളിവുകൾ സമർപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. രാഷ്ട്രീയ ഗൂഢാലോചനയാണ് തനിക്കെതിരെ എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി മാങ്കൂട്ടത്തിലെ അഭിഭാഷകൻ അടച്ചിട്ട കോടതി മുറിയിൽ ഉയർത്തിയ വാദം എന്ന് പറയുന്നത്. അതോടൊപ്പം അതേസമയം രാഹുൽ സ്ഥിരം കുറ്റവാളിയാണെന്നുള്ളതാണ് പ്രോസിക്യൂഷൻ ഉയർത്തിയ വാദം. കേസിൽ കൂടുതൽ തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ടെന്നുള്ള വാദം പ്രോസിക്യൂഷൻ ഉയർത്തുന്നു. രാഹുൽ ഈ ഘട്ടത്തിൽ പുറത്തിറങ്ങിയാൽ തെളിവുകൾ നശിപ്പിക്കാൻ ഇടയുണ്ടെന്നും പ്രോസിക്യൂഷൻ ഉയർത്തുന്നു. അപ്പോൾ ഏറെക്കുറെ എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത്? ജാമ്യാപേക്ഷ തള്ളുമോ ഇല്ലയോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. എന്തായാലും അതിനെ കുറിച്ച് കാത്തിരിക്കേണ്ടി വരും. വിധി പറയാനായി മാറ്റിയിരിക്കുന്നു.